പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന ദൈവവചനം പ്രഭാഷകന്റെ പുസ്തകത്തിലെ 19-ാം അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. അത് പാപമാകുന്നില്ലെങ്കിൽ നീ ഒരിക്കലും വെളിപ്പെടുത്തരുത്. നല്ലൊരു വചനമാണ്. നമ്മൾക്കൊക്കെ അനുസരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ കേട്ട് കഴിഞ്ഞാൽ, ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിക്കാനായിട്ടുള്ള വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ് നമുക്ക് പലർക്കും. അത് പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പലരുടെയും ജീവിതം തകർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരാളോടൊരു കാര്യം പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞ ആരോടും പറയരുതെന്ന് പറയുന്ന ആ കാര്യം അയാൾ മറ്റുള്ളവരോട് പങ്കുവെച്ചാൽ നമ്മൾക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്? അതുതന്നെയല്ലേ മറ്റുള്ളവർ നമ്മളോട് പറയുമ്പോൾ ആ കാര്യം നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ? അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത്. അത് പാപം ആകുന്നില്ലെങ്കിൽ നീ ഒരിക്കലും വെളിപ്പെടുത്തരുത്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് പറയാതിരുന്നാൽ, അത് വെളിപ്പെടുത്താതിരുന്നാൽ അത് പാപം ആകുമെങ്കിൽ നമ്മളത് പറയണം. ചിലപ്പോൾ ചില കേസുകളുടെയൊക്കെ വിജയത്തിന് വേണ്ടി നമ്മൾ കേട്ട കാര്യം ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് നമ്മൾ വെളിപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കേട്ട കാര്യം അതൊരു പറയാതിരുന്നാൽ അത് ആർക്കെങ്കിലും അപകടകരമാകുമെങ്കിൽ നമ്മളത് വെളിപ്പെടുത്താം. പ്രിയമുള്ളവരെ, നമ്മൾ വളരെയേറെ ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടുന്ന കാലമാണ് ഇനി വരുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, മധ്യവേനൽ അവധിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കൂളുകളൊക്കെ, നമ്മുടെ വിദ്യാലയങ്ങളൊക്കെ തുറക്കുകയാണ്. കുട്ടികളെ നേർവഴിയിലേക്ക് നയിക്കുവാനും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാനും അധ്യാപകരും മറ്റുള്ളവരും തയ്യാറെടുക്കുമ്പോൾ അവരെ അന്ധഛിദ്രത്തിലേക്കും അതേപോലെ തന്നെ കലഹത്തിലേക്കും നയിക്കുവാനായിട്ട് മാഫിയകളും മയക്കുമരുന്ന് ലോബികളുമൊക്കെ അവരും തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതുകൊണ്ട് നമ്മളുടെ മക്കളെ നമ്മൾ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കണം. അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറുകയും അവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് മനസ്സിലാക്കുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും തിരുത്തുവാനുമുള്ള ജാഗ്രത നമുക്കുണ്ടാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായിട്ടൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നാളെ കാണാം.